സാധാരണ രീതിയിൽ മുസ്ലിം ലീഗിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പാർട്ടി അധ്യക്ഷൻ പ്രത്യേകിച്ച് ഇപ്പോൾ തങ്ങൾ സാദിഖ് അലി തങ്ങളെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഈ രാജ്യസഭാ സീറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴും അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് ആര് പോകണം എന്ന് പാർട്ടി അധ്യക്ഷനായ സാദിഖ് അലി തങ്ങൾ തീരുമാനിക്കും എന്ന് തീരുമാനമെടുത്ത് പിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ടൊരു സംഭവവികാസം ഉണ്ടായിട്ടുള്ളത്, VK ഫിറോസ് വന്നിട്ട് പറഞ്ഞു യൂത്ത് ലീഗുകാർക്ക് അത് വേണം, രാജ്യസഭയിലേക്ക് പോകണം, ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും സീറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ KM ഷാജി എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു രാജ്യസഭയിലേക്ക് പോകേണ്ടത് പരിണിതപ്രജ്ഞരാണ്, അതുകൊണ്ട് ചെറുപ്പക്കാരല്ല, പരിണിതപ്രജ്ഞരായ പ്രായമുള്ള ആളുകൾ പോകണം. അപ്പോൾ VK ഫിറോസ് അതിനെതിരെ തിരിച്ചടിച്ചിട്ടുണ്ട്. പരിണിതപ്രജ്ഞരെന്ന് പറഞ്ഞാൽ പ്രായമായവരെന്നല്ല, പാണ്ഡിത്യമുള്ളവർ പോകണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ചില വാക്പോരുകൾ മുസ്ലിം ലീഗിലെ രാജ്യസഭാ സീറ്റ് ആര് കൊണ്ടുപോകും? അതിന്റെ കാര്യമുള്ളൂ. അതിൽ നമ്മൾ തങ്ങൾ ഫൈനൽ തീരുമാനം എടുക്കുന്നവരെ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പോളിറ്റ് ബ്യൂറോ തീരുമാനം എടുക്കുന്ന പോലെ തങ്ങൾ ഫൈനൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. തങ്ങൾ ഫൈനൽ തീരുമാനം വന്നില്ലല്ലോ, നിശ്ചയിച്ചില്ലല്ലോ. ഇല്ലില്ല. അതിനിടയ്ക്ക് മൂപ്പരെ സ്വാധീനിക്കാൻ വിവിധ സ്ഥലത്തുള്ള വെടികൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. മൂപ്പര് തീരുമാനം എടുക്കുന്നതോടുകൂടി അത് തീരും. അതല്ലാതെ അത് തീരാതെ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ പാർട്ടി സ്ഥാനമുണ്ട്. അതാണ് അതിന്റെ ഒരു കാര്യം. യഥാർത്ഥ ഭിന്നത വല്ലതും ഉണ്ടോ മുസ്ലിം ലീഗിൽ? ഇങ്ങനെ കലഹല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു അഭിപ്രായമുണ്ട്, വഹാബിന് വേറൊരു അഭിപ്രായമുണ്ട്, സമദാനി ഇതിന്റെ ഇടയിൽ അവിടെ. സമദാനിക്ക് ആളില്ല, അതുകൊണ്ട് പ്രശ്നമുണ്ടാവും. വഹാബിനാണെങ്കിൽ കുറച്ച് സ്വാധീനം, പണത്തിന്റെ സ്വാധീനമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണ് ജനസ്വാധീനം. അപ്പൊ ഇവരൊക്കെ തമ്മിൽ ET മുഹമ്മദ് ബഷീർ ഉണ്ട്, മുനീർ ഉണ്ട്. ഇവർ ഓരോരുത്തർ ഓരോ തട്ടിൽ നിൽക്കുന്ന ആളുകളാണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളത്. മുനീർ കുറച്ച് മൂപ്പര വാപ്പാന്റെ ലൈനിലൊക്കെയാണ്. നിങ്ങൾ ലീഗുകാർക്ക് വീരല്ല എന്ന് പറയുന്ന സമയത്ത് CH ഈ ഹിന്ദു വേദങ്ങളും ഇതൊക്കെ ഒരുപക്ഷെ ഞാൻ പഠിച്ചേക്കാട് അന്നേ പഠിച്ച ആളാണ്. ഞാൻ അയാളെ പ്രസംഗങ്ങളൊക്കെ കണ്ടുനോക്കും, ഞാൻ തന്നെ പോയിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പൊ CHന്റെ മോനാണ്. അപ്പൊ ആ ഒരു ലൈനിലുള്ള ഒരാളാണ്. ഷാജിയും ഏതാണ്ട് ആ ലൈനാണ്. പക്ഷെ ഷാജി മുനിയുന്ന പോലെ സോഫ്റ്റ് അല്ല, എന്താണ് നമ്മുടെ MP ജയരാജനെ പോലെയാണ്. പിന്നെ അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിന്നെ അതായത് ഒരു വർത്താനം കുറവാണ്, പ്രവൃത്തിയാണ് കൂടുതൽ. ET മുഹമ്മദ് ബഷീർ ബുദ്ധിജീവിയാണ്, ഒരു മുജാഹിദ് ചായ്വുള്ള മുജാഹിദ് അല്ല, പക്ഷെ മുജാഹിദ് ചായ്വ് എനിക്ക് പലപ്പോഴും സംസാരം കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവർ ഓരോരുത്തർ ഓരോ ലൈനാണ്. അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് കുഞ്ഞാലിക്കുട്ടി വിഭാഗം ആന്റി കുഞ്ഞാലിക്കുട്ടിയാണ്. ബാക്കി എല്ലാവരും ഒരുമിച്ച് നിൽക്കും. കുഞ്ഞാലിക്കുട്ടിക്കാണ് ജനസ്വാധീനം കൂടുതൽ. ഈ ആന്റി വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 25% അവർക്ക് കിട്ടും. പിന്നെ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ സംസാരിക്കുന്നതിനുള്ളിൽ നൊഞ്ഞിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ടൈപ്പ് ഒരു ന്യൂ ജനറേഷൻ വന്നിട്ടുണ്ട്. അവർക്ക് ധൈര്യമില്ല. അവർ ഒരു പക്ഷേ ഭാവി സംസാരിക്കണ്ടാവും. അവരുടെ ആവശ്യം അടുത്ത പലസ്തീൻ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ, പക്ഷെ അത് നടക്കില്ല. ലീഗ് സമ്മതിക്കില്ല. ലീഗിന് അത് അങ്ങനെയുള്ള പല ആളുകളെയും ലീഗ് പുറത്തി അടിച്ചിട്ടുണ്ട്. ഇനി കുറെ ആളുകളെ പുറത്തി അടിക്കുമ്പോൾ നോട്ട് കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗുണമുണ്ട് ലീഗിന്. അപ്പം ഇപ്പോഴുള്ള കാര്യം എന്ന് വെച്ചാല് ഫിറോസ് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. കാരണം ഫിറോസിന്റെ അണ്ടറിൽ ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ. ഈ ന്യൂ ജനറേഷനെ ഗുണം വെച്ചാൽ ഇവർ ജമാഅത്തെ ഇസ്ലാമി ഇൻഫ്ലുവൻസർ അല്ല. ഇവർക്ക് ശേഷം വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫിറോസിനൊന്നും അല്ല. ഫിറോസ് ഒക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ലൈനിൽ വരുന്ന ആളുകളാണ്. നജീബ്, ഫിറോസ് ഇവരൊക്കെ വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യും, എന്നാൽ ഷാർപ്പായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഷാർപ്പായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. മുമ്പേ ഫിറോസിനെ ഏതെങ്കിലും സീറ്റിലൊക്കെ പരിഗണിക്കേണ്ടതായിരുന്നു. ഫിറോസിനെ പരിഗണിച്ചില്ല. വളരെ മുമ്പേ 10 വർഷം ഫിറോസിനെ ലാഗ് ചെയ്തിട്ടുണ്ട്. അസംബ്ലി മത്സരിച്ച് തോറ്റുപോയി. തിരുവരങ്ങാടിയെ തോന്നുന്നു, ഏതൊരു മണ്ഡലത്തിൽ മത്സരിച്ചു. അതൊരു അവരുടെ സിറ്റിംഗ് സീറ്റ് എനിക്ക് തോന്നുന്നു അബ്ദുൾ റഹ്മാനെതിരെ ആണ്. താനൂരായിരുന്നു മത്സരിച്ചത്. അബ്ദുൾ റഹ്മാനെതിരെ മത്സരിച്ചു, സിറ്റിംഗ് സീറ്റിലാണ്. നല്ല മത്സരമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആ താനൂർ മണ്ഡലം എന്ന് വെച്ചാൽ ഒരു CPMന് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ മത്സരിച്ചാണ് തോറ്റത്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ അവനെ പല സ്ഥലത്തും പരിഗണിക്കാമായിരുന്നു. അവനെ പിന്നെ ഈ പറയുന്നതിന് മതി ഏതെങ്കിലും ലോക്സഭാ സീറ്റിൽ ഈ പറയുന്ന സമദാനി അയക്കുന്നവരെ അവനെ അയച്ചാൽ നന്നാവുമായിരുന്നു. കാരണം അവന് നല്ല ഇംഗ്ലീഷുണ്ട്, സമദാനിക്കുള്ള നെഗറ്റീവ്സ് ഒന്നുമില്ല. ബഷീർക്കായും സമദാനി പണ്ഡിതനായിരുന്നു, പ്രത്യേകിച്ച് അവിടെ പോയി വലിയ കാര്യമുണ്ടോ. അതിനേക്കാളും നെഗറ്റീവ്സ് ഉണ്ട്. ഞാനിപ്പോ പറയായില്ല, നമ്മളായിട്ട് പറയേണ്ട, അതിനേക്കാൾ വലിയ നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പം ഒരുപക്ഷെ ലീഗും ഹിന്ദുസും അല്ലെങ്കിൽ ലീഗും RSS ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് ഉള്ളിൽ, പുറത്ത് നോക്കണ്ട. RSS ആയിട്ട് നല്ല ബന്ധമുണ്ടാകുന്ന മോശം കാര്യമൊന്നുമല്ല, രാഷ്ട്രീയമായിട്ട് ചോദിക്കാതെ ഇതാ പോലെ. അതിനൊക്കെ ഒരു അങ്ങനെയുള്ള ഒരു കൾച്ചറൽ സിംബയോസിസ് ആണ് ഇവർ പറയുന്നത്. എല്ലാ സംസ്കാരങ്ങളും ഒരുമിച്ച് പോകുന്നത്. അതിനെയൊക്കെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് സാധനമായിട്ട് എനിക്ക് വളരെ സമാധാനം തോന്നിയിട്ടുണ്ട്. സമുദായം സൈലന്റ് ആണെങ്കിൽ പോലും സമുദായം മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് ലീഗുമായിട്ട് യോജിച്ചു ഒന്നും അല്ല. ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അവിടെ അദ്ദേഹത്തെ പരിഗണിക്കാമായിരുന്നു. അല്ലെ ബഷീർ ഖാൻ പ്രായമായി വിശ്രമം കൊടുക്കാമായിരുന്നു. ബഷീർ ഖാന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മുമ്പ് ET ഒരു വലിയ
ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന, നന്നായിട്ട് ഇംഗ്ലീഷ് പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളായിരുന്നു. കത്തൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ഇടിയുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ വെച്ചാൽ ഈ പറയുന്ന ഫിറോസ് എല്ലാം ഇതിനൊക്കെ മതിയായ ആളുകളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പം ആ പാർട്ടിയിലുണ്ട്. പി.ടിനെ പോലുള്ള ആളുകളൊക്കെ ഇനി വീട്ടിലിരിക്കാം, ഫിറോസിനെ പോലുള്ള പയ്യന്മാർ വരണം. ഇപ്പൊ CPM-ന്റെ ഒരു ഗുണം അതല്ല, അവരെപ്പോഴും പുതിയ പയ്യന്മാർക്ക് ചാൻസ് കൊടുക്കും. അപ്പൊ മറ്റു ആളുകൾക്ക് ഇൻസ്പിറേഷനാണ്. അതല്ലാതെ നമ്മളെ സാധനം തരുന്ന നമ്മൾ മരിക്കുന്നവരെ അവിടെ നിന്നുള്ള കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിന് ആ ഒരു ചിന്താഗതിയാണ്. അത് ലീഗ് മാറ്റേണ്ട സമയമായി. ലീഗില് പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ മുതിർന്ന ആളുകൾ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും മാറി മാറി മത്സരിക്കും. അത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരം. ചെറുപ്പക്കാർക്ക് വളരെ ചുരുക്കം അവസരങ്ങൾ മാത്രമേ. ഇതിന്റെ ഒരു കാര്യം ഇതാണ്, ലീഗിൽ ഏത് സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്ന ആളുകളാണ് തങ്ങളുടെ ഫാമിലി. അവരൊരിക്കലും പൊളിറ്റിക്സിൽ നേരിട്ട് വന്നിട്ടില്ല, അവർ വരികയില്ല. അപ്പൊ അങ്ങനെ അവര് തന്നെ കൺട്രോൾ ചെയ്ത് ഈ പറയുന്നതിന്റെ മാതിരി പുതിയ ജനറേഷന് ചാൻസസ് കൊടുക്കുകയും എന്നാൽ കൺട്രോൾ ഇവിടെ CPM-ന്റെ ഒരു സിസ്റ്റം, അത് ഏതാണ്ട് CPM സിസ്റ്റം തന്നെയാണ് അവരുടെ സിസ്റ്റം. ആ രീതിയിൽ അത് കൊണ്ടുപോകണം. അതെന്തുകൊണ്ടോ പറ്റുന്നില്ല. അത് ഈ ലോക്കൽ നേതാക്കന്മാർ നമ്മുടെ സമുദായത്തിലൊക്കെ ഈ ക്രിസ്ത്യൻസിന്റെ മുസ്ലിംസിന്റെ ഒക്കെ ഇടയിൽ എല്ലാ സമുദായത്തിലും ഉണ്ട് ഈ പ്രായമായവര് ബഹുമാനിക്കാന്നുള്ളത്. CPM-മാര് മാത്രമാണ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. കേരള കോൺഗ്രസിൽ മാണി സാർ മരിക്കുന്നവര്, കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി സാർ, ഇപ്പം എല്ലാ പാർട്ടിയും നിങ്ങൾ നോക്കും. ഇത് ലീഗിലും ഉണ്ട്. ലീഗ് കുറച്ചുകൂടി ഒരു വൈബ്രന്റ് പാർട്ടിയാണ്. ഇപ്പൊ ഈ പുതിയ ജനറേഷൻ പിള്ളേരെ ഭയങ്കര വൈബ്രന്റാണ്. ഈ ഫിറോസിനൊക്കെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്ത് മന്ത്രിയൊക്കെ ആക്കേണ്ട സമയം കഴിഞ്ഞു. എം പി ഒക്കെ നന്നായി പെർഫോം ചെയ്യും ഉത്തരേന്ത്യയിലൊക്കെ. ഇവിടെ ചില ആളുകൾ ലീഗ് വിട്ടു പോകാൻ കാരണം ഉത്തരേന്ത്യ പോയി പ്രവർത്തിക്കാൻ പോകുന്നതാണ്. ഉത്തരേന്ത്യ പോയി ലീഗ് വന്ന് നെഗറ്റീവ് സാധനമാണ്. അപ്പൊ അവർക്ക് അവിടെ പക്ഷെ പാർട്ടി ഉണ്ടാക്കാൻ പറ്റും. മുസ്ലിംസിന് പാർട്ടി ഇല്ല അവിടെ, ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ തീവ്രവാദത്തിലേക്കൊക്കെ പോകുന്നത്. അത് പക്ഷേ അത് നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവ് മറികടന്നുണ്ട്. ഇവിടെ ചില ആളുകൾക്ക് അവർക്ക് കേരളത്തിൽ ലീഗ് ഒരു ആക്സെപ്റ്റൻസ് കിട്ടുമല്ലോ. AC കാർ, AC റൂം, എവിടെ പോയാലും ബിരിയാണി, എവിടെ പോയാലും ഹിന്ദു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണം, പള്ളി പിന്നെ ബിഷപ്പിനെ കാണാൻ പോയ ബിഷപ്പിന് ഭയങ്കര സ്വീകരണം. ഇത് ഉത്തരേന്ത്യ കിട്ടിയില്ല. അഭിമാർക്കൊക്കെ വേണ്ട ഇതാണ്. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ലീഗിന് പുറത്തു പോയത് ലീഗിന് വന്നതാണ്. ഏതായാലും ലീഗിന് വലിയ ശല്യമായി കിട്ടി. ഫിറോസിനൊക്കെ കിട്ടിയത് ഫിറോസ് അത് ചെയ്യും. ഫിറോസ് ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ്. ഫിറോസ് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സത്യത്തിൽ പരിണിത പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഇതിപ്പം കാക്കശ്ശേരി നമ്പൂതിരിയും യുദ്ധണ്ട ശാസ്ത്രികളും തമ്മിൽ രേവതി പട്ടത്താനത്തിന് ഒരു വലിയ ഡിബേറ്റ് നടന്നു, സംവാദം നടന്നു. എല്ലാവർക്കും കേരളത്തെ പ്രധാനപ്പെട്ട സംവാദം. അതിൽ അവസാനം ഈ സ്വർണ്ണമൊക്കെ കാക്കശ്ശേരി നമ്പൂരി കിട്ടും പ്രൈസ്. അപ്പൊ ഇങ്ങനെ അറിയും അതല്ല, ഞാനാണ് പ്രായം കൊണ്ട് ഞാനാണ് മുതിർന്നത്, ഞാനാണ് വൃദ്ധൻ, അതുകൊണ്ട് എനിക്ക് എന്താ തരണം എന്ന് പറഞ്ഞു. അപ്പൊ കാക്കശ്ശേരി അതല്ല, പ്രായം കൊണ്ടല്ല ജ്ഞാനം കൊണ്ടാണ് വൃദ്ധനാണ്, ജ്ഞാന വൃദ്ധൻ, അത് ഞാനാന്ന് തോന്നുന്നുണ്ട്. അത് കാക്കശ്ശേരി അമ്പൂരി മേടിച്ചിട്ടുണ്ട്. എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് അറിയില്ല, കഥകളാണ്. അപ്പൊ അതുപോലെ ജ്ഞാനം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ പഴയ ആളുകളെ കണ്ടും ഭേദം ഈ ഫിറോസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഷാജിയുടെ പ്രശ്നം, ഷാജി ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഷാജിക്ക് പക്ഷേ കേരളത്തിൽ നിൽക്കുന്നുണ്ട് നല്ലത്. എന്നാൽ ഷാജി കേരളത്തിന് പറ്റിയ, എസ്പെഷ്യലി മലബാറിന് പറ്റിയ അടിക്കടി അതിന് പറ്റിയൊരു ലീഡർ. അങ്ങനെ ലീഗിലെ സുധാകരനെ പോലെ ഷാജി വളരെ സെക്കുലറാണ്. ഇപ്പം ഫിറോസൊക്കെ ആണെങ്കിൽ ഫിറോസിന് ലാംഗ്വേജിൽ നല്ല പിടുത്തം. ഷാജി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഷാജി ഇംഗ്ലീഷ് സംസാരിക്കാൻ കേട്ടില്ല. ഫിറോസ് നല്ല പിടുത്തം എനിക്ക്. ഫിറോസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പയ്യന്മാരുണ്ട്. ഫിറോസ് മാത്രമല്ല, ഒരുപാട് ഒരു പിന്നെ എന്താണ് അസ്കർ അലി എന്നൊക്കെ പറഞ്ഞ ഡിബേറ്റിലേക്ക് വരാം. പിന്നെ അഷ്റഫ് അലി എന്നൊക്കെ സമസ്തക്കാരൊക്കെ അയാൾക്ക് എതിരായിരുന്നു. അങ്ങനെ ഒരുപാട് പയ്യന്മാരുണ്ട്. ഇടയ്ക്ക് ലീഗിൽ ഭയങ്കരമായി എനിക്കറിയാം അവര്. അറിയാതെ ഞാൻ കാരണം ഞാൻ ജയിലിൽ പഠിക്കുന്നത് റിസർച്ച് ആവശ്യമായിട്ട് CH ഓഫീസ് വന്നിടത്ത് അവരുടെ ഓഫീസിൽ പോവുകയായിരുന്നു. അപ്പൊ ഇവരൊക്കെ അവിടെ വരും. അപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്, മുനീറുണ്ട്, ET ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ഇവരോടൊക്കെ സംസാരിക്കും. ഈ പയ്യന്മാർ അവിടെ വന്നു പോകും. നമുക്ക് ഇവരുടെ ബോഡി ലാംഗ്വേജും സംസാരം കാണും മനസ്സിലാകുമല്ലോ ഇവരെങ്ങനെയുള്ള ആളുകളാണ്. ഇതൊക്കെ നല്ല ഫ്യൂച്ചറുള്ള പയ്യന്മാരാണ്. പക്ഷെ അവർ വളർത്തിക്കൊണ്ടുവരണം. ഇവരെയൊക്കെ വളർത്താത്ത എന്തായിരിക്കും? അതാ എനിക്ക് മനസ്സിലായത്. അപ്പൊ തങ്ങള് വളരെ യങ് ആണ്. വൃദ്ധന്മാര് മുഴുവൻ മതി എന്നുള്ളൊരു ചിന്ത അല്ല, അത് പലരും ബഹുമാനം കൊണ്ടാണ്. ഇപ്പൊ മാണി സാറിനോട് മാറിക്കനാലും പറയും. അല്ല, എന്നാലും മാണി സാറ് ചെറുപ്പക്കാർ ഇപ്പൊ റോഷി അഗസ്റ്റിനെയൊക്കെ കൊണ്ടുവന്നില്ല. അത് ഇവര് കൊണ്ടുവന്നിട്ടുണ്ട്. പല ആളുകളും ഇപ്പൊ ഷാജിനൊക്കെ തന്നെ കൊണ്ടുവന്നല്ലോ. ഷാജിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി വരണം യങ്സ്റ്റേഴ്സ്. ഇവരൊക്കെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാര്യകർത്ത മണ്ഡലിലേക്ക് മാറേണ്ട സമയം ഇത് ഇവർക്ക് തന്നെ തോന്നണം. എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് വയലാദേവി. പക്ഷെ വയലാദേവിന്റെ പ്രശ്നം മരിക്കുന്നവരെ ഒരു രാജ്യസഭയിൽ ഇരിക്കണം എന്നായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ടൈമിൽ അവിടെ ഇരുന്നത്. ഇപ്പം കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പം ഒരു പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ഓർമ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മൂപ്പര് വേണ്ടാന്ന് വെച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ മുമ്പേ എനിക്ക് ലിജു ആയിരുന്നു വരേണ്ടിയിരുന്നത്. ലിജുവിന്റെ സ്ഥാനത്ത് മൂപ്പര് പരിഗണിച്ചു. അപ്പൊ ഞാൻ ലിജുവിനോട് ചോദിച്ചു. ഒരു ദിവസം ഞാനും ഏഷ്യാനെറ്റ് ഞാനും ലിജുവും കൂടി ഭയങ്കര ഡിബേറ്റ്. ലിജു വയലാദേവിക്ക് വേണ്ടി മത്സരിച്ചു, ഭയങ്കരമായി സംസാരിച്ചു. ഞാൻ ലിജുവിനെ പോലുള്ള പയ്യന്മാരല്ലേ അവിടെ വേണ്ടത്, എങ്കിലല്ലേ കാര്യമുള്ളൂ. വയലാദേവി ഈ കാലഘട്ടത്തിലൊക്കെ അവിടെ അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രായത്തിൽ അവിടെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹമൊക്കെ വീട്ടിലിരിക്കണം. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഉള്ളിൽ അന്വേഷിച്ച പോകുന്നത് വയലാദേവിക്ക് ഈ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഒരാൾ കൂടുതൽ ജീവിച്ചിരിക്കേണ്ട പാർട്ടിയുടെ ആവശ്യമാണ്. അപ്പൊ അതിനുള്ള സംവിധാനം അപ്പൊ രാജ്യസഭ MP ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും കിട്ടും. അതുകൊണ്ട് ലിജുവിന്റെ ഒക്കെ മനസ്സ് സമ്മതത്തോടു കൂടി തന്നെയാണ് ചെയ്തതെന്നാണ് മനസ്സിലായത്. അതാണ് ബഹുമാനം കൊടുക്കുന്നു. പിന്നെ ഇവരൊക്കെ ആവശ്യമാണ് എന്നുള്ള
അതുകൊണ്ടാണ്. പക്ഷെ അത് മാറ്റണം. കുറച്ച് തീരുമാനം. ലീഗിൽ ഇപ്പോൾ MP അതിന്റെ വീട്ടിൽ എത്ര കാലമായി, ഇയാളെത്രയായി. ഈ പയ്യന്മാരെ ഓൾറെഡി ഇവന്മാര് ജ്യോതികുമാർ ചാമക്കാലായി പോകും. ജ്യോതികുമാർ ചാമക്കാലിനൊക്കെ നല്ല പ്രായത്തിൽ നിയമസഭയെ കൊണ്ട കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല. കാരണം അയാൾ ഈ സുധാകരനെ കൊണ്ടത് ഫയർബാൻഡാ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും അയാൾ ആ ഒരു ഗഡ്സ്, അയാളുടെ ധൈര്യം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അയാൾ സംസാരത്തിൽ മനസ്സിലായി, പുറത്ത് ഈ ചുണ്ടിലുള്ള ധൈര്യമല്ല. കോൺഗ്രസിന് ഡിബേറ്റ് വരുന്ന പല ആളുകളെ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ഉള്ളു പേടിത്തൊണ്ടമാണ്. അങ്ങനെ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനല്ല, വിഷ്ണു അങ്ങനല്ല, ഈ ഇവൻ അങ്ങനെയല്ല. ജ്യോതികുമാർ എന്റെ പ്രായം തോന്നിയതാണ്. അപ്പൊ ജ്യോതികുമാറൊക്കെ നല്ല ശേഷിയുള്ള ആളാണ്. ഏത് വിഷയം നന്നായി സംസാരിക്കുന്ന ആളാണ്. ജ്യോതിനൊക്കെ മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇതിന്റെ അവസാനം എന്താ, ജ്യോതിക്ക് 50 ആയിട്ടുണ്ടോ ഏതാണ്ട്. എന്നെ കൊണ്ട് ഒരു 5 വയസ്സ് ജ്യോതിക്ക് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. ഈ സമയത്ത് ജ്യോതിക്ക് അവിടെ സീറ്റ് കൊടുത്തു, അവിടെ തോൽക്കുകയും ചെയ്തു. ജ്യോതിനൊക്കെ നല്ല പ്രായത്തിൽ കൊണ്ട് എന്തായാലും സ്ഥിതി ആലോചിച്ചു. ഉണ്ണിത്താൻ ഇപ്പോഴും പക്ഷേ ഫയർബാൻഡാണ്. അപ്പൊ അങ്ങനെ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ആ പ്രസ്ഥാനങ്ങളെ നഷ്ടമാണ്. അത് ലീഗിന് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞ രാജ്യസഭ ശരിക്കും ലോക്സഭയിൽ കൊടുക്കണ്ടായിരുന്നു. നിങ്ങൾ കൊടുത്തില്ലല്ലോ. നിങ്ങൾ വൃദ്ധന്മാരെ വേണം അങ്ങോട്ട് അയച്ചോ. ഇനി വൃദ്ധന്മാരെ വേണമെങ്കിൽ ജ്ഞാനബുദ്ധി കൊണ്ട് ഫിറോസൊക്കെ തന്നെയാണ് ഭേദം. അപ്പൊ അതുകൊണ്ട് ഇവരെ അയക്കുന്നതാണ് നല്ലത്.